നമസ്കാരം. സ്കൂൾ വാനിൽ ട്രെയിൻ ഇടിച്ച അപകടം. തമിഴ്നാട്ടിലെ കടലൂരിൽ നിന്നുമാണ് അതിദാരുണമായ വാർത്ത എത്തുന്നത്. 4 കുട്ടികൾ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന മറ്റു കുട്ടികൾക്കും പരിക്കേറ്റു. ബസ് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. കടലൂരിന് സമീപം ചെമ്മൻകുപ്പത്ത് വെൽക്രോസിലാണ് അപകടമുണ്ടായത്. അതേസമയം അപകടത്തിന് കാരണം മാനുഷിക പിഴവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സംഭവത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. പലരുടെയും നില ഗുരുതരമാണ്. വില്ലുപുരം മയിലാടുംതുറ എക്സ്പ്രസ് ട്രെയിനാണ് സ്വകാര്യ സ്കൂളിന്റെ വാനിൽ ഇടിച്ചത്. ഈ ലെവൽ ക്രോസിലെ ജീവനക്കാരൻ ഗേറ്റ് അടയ്ക്കാതെ ഉറങ്ങിപ്പോയെന്നാണ് റിപ്പോർട്ട്. തുറന്നു കിടക്കുന്ന ഗേറ്റ് കണ്ടാണ് സ്കൂൾ വാൻ അതിലൂടെ കടന്നു പോയത്. ഈ സമയം തീവണ്ടി വരികയായിരുന്നു. റെയിൽവേ ഗേറ്റ് ജീവനക്കാരന് അതിഗുരുതര വീഴ്ചയുണ്ടായി. അപകടത്തെ തുടർന്ന് ജീവനക്കാരനെ നാട്ടുകാർ ആക്രമിച്ചു. ഇയാൾ അപകടം നടക്കുമ്പോൾ ഉറക്കത്തിലായിരുന്നു. തീവണ്ടി വരുന്നത് അറിഞ്ഞതുമില്ല. ഇതാണ് അപകടമുണ്ടാക്കിയത്. ഇതോടെ ബസ്സിനായിരുന്നില്ല പിഴവുണ്ടായതെന്നും വ്യക്തമായി. രാവിലെ 7:45ഓടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമായി തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കടലൂർ കൃഷ്ണസ്വാമി മെട്രിക്കുലേഷൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 2 കുട്ടികളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 6ാം ക്ലാസ് വിദ്യാർത്ഥി നിവാസ്, 11ാം ക്ലാസ് വിദ്യാർത്ഥിനി ചാരുമതി എന്നിവരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. ലെവൽ ക്രോസിൽ ഗേറ്റ് അടയ്ക്കാൻ ജീവനക്കാരൻ മറന്നു പോയതാണ് എന്നായിരുന്നു റെയിൽവേ വൃത്തങ്ങളുടെ ആദ്യ പ്രതികരണം. പിന്നീട് വാൻ ഡ്രൈവറെ പഴിച്ചുകൊണ്ടാണ് റെയിൽവേ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറക്കിയത്. പിന്നീട് ട്രെയിൻ വരും മുൻപ് വാൻ കടത്തിവിടണമെന്ന് ഡ്രൈവർ ആവശ്യപ്പെട്ടെന്നാണ് റെയിൽവേ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഗേറ്റ് അടയ്ക്കാൻ വൈകിയത് വാൻ ഡ്രൈവർ നിർബന്ധിച്ചതിനാലാണെന്ന് റെയിൽവേ അധികൃതർ വാദിക്കുന്നു. ഇതിനെയാണ് ഉറക്കമെന്ന വാദം നാട്ടുകാരും ഉന്നയിക്കുന്നത്. എന്തായാലും വാൻ ഡ്രൈവർ നിർബന്ധിച്ചാലും ഗേറ്റ് പൂട്ടേണ്ടത് ഗേറ്റ് കീപ്പറുടെ ഉത്തരവാദിത്തമാണ്. ദൂരെ നിന്ന് ട്രെയിൻ വരുന്നത് കണ്ടിട്ടും സ്കൂൾ വാനിന്റെ ഡ്രൈവർ വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു എന്നും ഇതാണ് അപകടം ഉണ്ടാക്കിയതെന്നുമാണ് ആദ്യം പുറത്തു വന്ന വാർത്ത. എന്നാൽ ലെവൽ ക്രോസിലെ ജീവനക്കാരൻ ഗേറ്റ് അടയ്ക്കാതെ ഉറങ്ങിപ്പോയതാണ് കാരണമെന്ന് നാട്ടുകാർ വാദിക്കുകയായിരുന്നു. 10 കുട്ടികളും ഡ്രൈവറും ആയയുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അപകടത്തിന്റെ വ്യാപ്തി ഉയരാൻ ഇനിയും സാധ്യതയുണ്ട്. പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 50 മീറ്റർ ദൂരം വരെ ട്രെയിൻ ബസിനെ വലിച്ചിഴച്ചതായി ദൃക്സാക്ഷികൾ പറയുന്നു. അപകട സ്ഥലത്ത് സ്കൂൾ ബാഗുകളും ശരീരഭാഗങ്ങളും ചിതറിക്കിടക്കുന്ന കാഴ്ചയിലായിരുന്നുവെന്നും ആളുകൾ പറയുന്നു.